ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭുവനേശ്വറിലെത്തി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി. മികച്ച വരുമാനവും തൊഴിലും സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ മേഖലയായി ജൈവകൃഷി മാറിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭുവനേശ്വറിലെത്തി. ബിജു പട്നായിക് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ രാഷ്ട്രപതിയെ ഒഡീഷ ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി നാളെ പങ്കെടുക്കും. പ്രവാസി ഭാരതീയ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ചടങ്ങിൽ സമ്മാനിക്കും. 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കുന്നതിൽ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ഭുവനേശ്വറിൽ നിർവഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്തെ വിവിധ ഇടങ്ങളിൽ ഇന്ത്യൻ സമൂഹം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതായും രാജ്യത്തിന് അഭിമാനമാകുന്നതായും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. 1947 में भारत को आजादी मिली और उसमें एक बड़ा रोल हमारे डायस्पोरा का भी रहा है. उन्होंने विदेशों में रहकर भारत की आजादी के लिए कंट्रीब्यूट किया. अब हमारे सामने 2047 का टारगेट है. हमें भारत को विकसित देश, एक डेवलप्ड नेशन बनाना है. आप आज भी भारत की ग्रोथ में शानदार कंट्रीब्यूशन कर रहे हैं और विकसित भारत की जर्नी को और ताकत दे सकते हैं. വികസിത ഭാരതത്തിനായി പ്രവാസി സമൂഹത്തിന്റെ സംഭാവന എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ പ്രവാസി ഭാരതീയ ദിനാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രവാസി ഭാരതീയ എക്സ്പ്രസ് പ്രത്യേക ടൂറിസ്റ്റ് ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ മറ്റന്നാൾ കർണാടകയിലെ ബംഗളൂരു സന്ദർശിക്കും. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻമാരുടെ 25ാമത് ദേശീയ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പരിസ്ഥിതി സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും ഇതിനായി നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നതായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ. ആലപ്പുഴ സംഹതി ക്യാമ്പസിൽ നടക്കുന്ന സുഗത സൂക്ഷ്മവനം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. Long-term strategy to reach net zero emission by 2070. Emission intensity of our GDP is reduced by 33% between the 2005 and 2019. National Clean Air Program launched in 2019 by our Honorable Prime Minister. It's almost covered 130 cities in 24 states and union territories. പരിസ്ഥിതി, വനിതാ ശാക്തീകരണം, പാവപ്പെട്ടവരുടെ ഉന്നമനം എന്നിവയ്ക്കായി ജീവൻ ഒഴിഞ്ഞുവെച്ച വ്യക്തിയായിരുന്നു കവയിത്രി സുഗതകുമാരിയെന്നും ശ്രീ എൽ മുരുകൻ പറഞ്ഞു. 2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ കേന്ദ്ര സഹമന്ത്രി വള്ളിക്കാവ് അമൃതാനന്ദമയി ആശ്രമവും സന്ദർശിക്കും. നാളെ കൊട്ടാരക്കര ആവണീശ്വരം പത്മനാഭപിള്ള മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലും നടക്കുന്ന സുഗത സൂക്ഷ്മവനം ഉദ്ഘാടന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. തിരുപ്പതിയിൽ വൈകുണ്ഠ ഏകാദശി ദർശനത്തിന്റെ ടോക്കൺ വിതരണ കേന്ദ്രത്തിലെ തിക്കിലും തിരക്കിലും പെട്ടു മരിച്ച 6 പേരുടെ ആശ്രിതർക്ക് ആന്ധ്രാപ്രദേശ് സർക്കാർ 25 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. ആഗോള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന ജീനോമിക്സ് ഡേറ്റ കോൺക്ലേവിനെ വീഡിയോ സന്ദേശത്തിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. രാജ്യത്തിന്റെ ബയോടെക്നോളജി മേഖലയിൽ ജീനോം ഇന്ത്യ പദ്ധതി ഊർജ്ജം പകരുന്നതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. സുസ്ഥിര വികസനത്തിന് ബയോ ഇക്കണോമി ആക്കം കൂട്ടുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷത്തിൽ മേഖല വലിയ തോതിൽ വികാസം പ്രാപിച്ചതായും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വീട് വയ്ക്കുന്നതിന് ഭൂമി തരം മാറ്റാനുള്ള അപേക്ഷകളിൽ അതിവേഗം തീരുമാനമുണ്ടാകണമെന്നും നയപരമായ തടസ്സങ്ങളുണ്ടെങ്കിൽ അപേക്ഷകരെ അറിയിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് 2 ദിവസമായി ചേർന്ന ജില്ലാ കളക്ടർമാരുടെയും വകുപ്പ് മേധാവികളുടെയും വാർഷിക സമ്മേളനത്തിന്റെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നെൽവയൽ നിയമം വരുന്നതിനു മുമ്പ് പുരയിടമായി പരിവർത്തനം ചെയ്ത ഭൂമി തരം മാറ്റുന്നതിന് സാങ്കേതിക തടസ്സങ്ങൾ ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മികച്ച വരുമാനവും തൊഴിലും സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ മേഖലയായി ജൈവ കൃഷി മാറിയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ജൈവ കൃഷിയിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിച്ചതായി ദേശീയ ജൈവ ഉൽപാദന പരിപാടിയുടെ 8ാമത് എഡിഷൻ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. നിലവിൽ ജൈവ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി 6,000 കോടി രൂപയാണെന്നും അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇത് 20,000 കോടി രൂപയായി ഉയരുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഊർജ്ജം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ നിന്ന് ഊർജ്ജം കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി മാറേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി മധ്യപ്രദേശിൽ പറഞ്ഞു. ഇന്ത്യ ബദൽ ഊർജ്ജ സ്രോതസ്സുകളെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ഓട്ടോമൊബൈൽ വ്യവസായത്തിന്റെ പ്രാധാന്യം എടുത്തുകാട്ടിയ അദ്ദേഹം ഈ മേഖലയിൽ ഇതുവരെ 4.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. ഉത്തർപ്രദേശിൽ ഈ മാസം 13-ന് ആരംഭിക്കുന്ന മഹാകുംഭമേളയ്ക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മേള നടക്കുന്ന പ്രധാന നദികളുടെ തീരം 12 കിലോമീറ്റർ ചുറ്റളവിൽ സ്നാന ചടങ്ങുകൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രയാഗ്രാജിൽ അവസാന ഒരുക്കങ്ങൾ വിലയിരുത്തി. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമസ്ഥാനത്ത് ഈ മാസം 13 മുതൽ ഫെബ്രുവരി 26 വരെയാണ് മഹാകുംഭമേള നടക്കുന്നത്. മേളയ്ക്ക് രാജ്യത്തിനകത്തും പുറത്തും നിന്നുമായി 45 കോടിയിലധികം ഭക്തർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വർഷത്തെ മഹാകുംഭമേളയോടനുബന്ധിച്ച് ആകാശവാണി ആരംഭിക്കുന്ന ചാനൽ കുംഭവാണി നാളെ ഉത്തർപ്രദേശിൽ പ്രവർത്തനമാരംഭിക്കും. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ പരിപാടിയിൽ വെർച്വലായി പങ്കെടുക്കും. അടുത്ത മാസം 26 വരെ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യും. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾ സമർപ്പിച്ച ജാമ്യാപേക്ഷ കോടതി തള്ളി. ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് എറണാകുളം ജനറൽ ആശുപത്രിയിലെത്തിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷ പോരാട്ടം. ചെന്നൈയിലാണ് മത്സരം. പോയിന്റ് പട്ടികയിൽ നിലവിൽ ഒഡീഷ 7ാം സ്ഥാനത്തും ചെന്നൈയിൻ 10ാം സ്ഥാനത്തുമാണ്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരാൽ നിറഞ്ഞ ശബരിമല സന്നിധാനം. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ സന്നിധാനത്ത് കൂടുതൽ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 14-നാണ് മകരവിളക്ക്. അന്താരാഷ്ട്ര സമുദ്ര അതിർത്തി ലംഘിച്ചതിന് തമിഴ്നാട്ടിലെ നാഗപട്ടണം, കാരയ്ക്കൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള 10 മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കൻ നാവികസേന അറസ്റ്റ് ചെയ്തു. കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി മത്സ്യത്തൊഴിലാളികളെ ശ്രീലങ്കയിലെ കാങ്കേസന്തുറൈ തുറമുഖത്തുള്ള നാവിക ക്യാമ്പിലേക്ക് കൊണ്ടുപോയി. 2030ഓടെ 50% ഫോസിൽ ഇതര ഊർജ്ജത്തിലേക്ക് മാറാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. സമൃദ്ധമായ പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുള്ള ഇന്ത്യ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹരിത ഊർജ്ജ മേഖലയെ സാമ്പത്തികമായി ലാഭകരം ആക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നും അദ്ദേഹം മുംബൈയിൽ പറഞ്ഞു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. സുക്മ, ബിജാപൂർ ജില്ലകളുടെ അതിർത്തി വനമേഖലയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയുക്ത സംഘം നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവയ്പ് ആരംഭിച്ചത്. 3 മാവോയിസ്റ്റുകളെ വധിച്ചു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, പടിഞ്ഞാറൻ മധ്യപ്രദേശ്, ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ 2 ദിവസം കൂടി ശൈത്യ തരംഗം നിലനിൽക്കുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്കും മഞ്ഞുവീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭുവനേശ്വറിലെത്തി. 18ാമത് പ്രവാസി ഭാരതീയ ദിവസിന്റെ സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രവാസി സമൂഹം വഹിക്കുന്ന പങ്ക് നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകന്റെ കേരള സന്ദർശനം പുരോഗമിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി. മികച്ച വരുമാനവും തൊഴിലും സൃഷ്ടിക്കുന്നതിനുള്ള ശക്തമായ മേഖലയായി ജൈവകൃഷി മാറിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ISL ഫുട്ബോളിൽ ഇന്ന് ചെന്നൈയിൻ FC ഒഡീഷ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.